അർജുൻ, ക്യാൻറ്റീനിൽ പഴംപൊരിയോ? അതെ, ഇവിടുത്തെ ക്യാൻറ്റീൻ സൂപ്പർ അല്ലേ? പഴംപൊരിയും പരിപ്പൊടിയും ഒക്കെ കിടിലനാ. ഓ, ഈ നശിച്ച കോടീശ്വര ജീവിതത്തിനിടയിൽ അതൊക്കെ കഴിക്കാനുള്ള ഭാഗ്യം അർജുന് കിട്ടിയല്ലോ. എന്തായാലും ഞാനതൊന്നും കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ എന്റെ വീട്ടിൽ പോവാ. പിന്നെ ബൈസ്റ്റാൻഡർ വരുന്നത് വരെ അർജുൻ ഇവിടെ തനിയിരുന്നു. അല്ല ധ്വനി, ചേടാ, ഈ പഴംപൊരിയും പരിപ്പൊടിയൊന്നും കോടീശ്വരന്മാർക്ക് കഴിക്കാൻ പാടില്ലേ? ഇതെന്നൊരു ന്യായം? ഈ അർജുൻ പറയുന്നതില് ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട്. അവൻ കോടീശ്വരൻ തന്നെ ആണോ, അതോ എനിക്ക് അബദ്ധം പറ്റിയോ? മനുഷ്യരുടെ കള്ളത്തരങ്ങൾ തിരിച്ചറിയാൻ ശില്പയ്ക്കൊരു പ്രത്യേക കഴിവുണ്ട്. പക്ഷെ അവളെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഇവളെന്തിനാ ഈ ഫോൺ ഇങ്ങനെ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്? അയ്യോ, ഇനി ഞാൻ സ്വപ്നം കണ്ടതുപോലെ എന്തേലും ആപത്തിപ്പെട്ടിരിക്കോ? എന്റെ ദേവി, അവക്ക് ആപത്തൊന്നും വരുത്തല്ലേ. അർജുനെ പൂർണ്ണമായിട്ട് മനസ്സിലാവുന്നില്ലല്ലോ. അവൻ പറയുന്നത് സത്യമാണോ നുണയാണോ ഒന്നും തിരിച്ചറിയുന്നില്ല. ശില്പ ഉണ്ടായിരുന്നെങ്കിൽ. ജീവിതത്തില് വലിയ സ്വപ്നങ്ങൾ കാണുന്നവളാ നീയെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. പക്ഷേ സ്വത്തും പവറും ഒക്കെ ഉള്ള ഒരാളെ വിവാഹം കഴിച്ചാണ് നീ നിന്റെ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നതെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അതിൻ്റെ ശരിതെറ്റുകളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എന്നാലും ഒരു കൂടപ്പിറപ്പിനെ പോലെ നിന്നെ സ്നേഹിക്കുന്ന എനിക്ക് ഇത് പറയാതെ വയ്യ. ഒരു കോടീശ്വരനായ ഭർത്താവിനെ മോഹിച്ച് നീ അബദ്ധത്തിലൊന്നും പോയി ചാടല്ലേ.